ഇഷ്ടം കൊണ്ട് അല്പം കൂടുതൽ കഴിച്ചു പോയാലും തെല്ലും അസുരട്ടി ഉണ്ടാക്കാത്ത രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നാരങ്ങ അച്ചാർ. പാൻ ചൂടാകുമ്പോൾ 6 ടേബിൾ സ്പൂൺ ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് മൂക്കുമ്പോൾ കടുകിട്ട് പൊട്ടിയ ശേഷം 3 കുടം വെളുത്തുള്ളി ചേർക്കുക. നേരിയ ബ്രൗൺ നിറമാകുമ്പോൾ 2 കതിർപ്പ് കറിവേപ്പില ചേർക്കുക. സ്റ്റൗ ഓഫാക്കിയ ശേഷം 3 പച്ചമുളക് വലുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്നിളക്കി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. പച്ചമുളക് എണ്ണയിൽ കിടന്ന് അധികം മൂത്ത് അതിൻ്റെ എരിവ് എണ്ണയിൽ ചേരാതിരിക്കാനാണ് ആദ്യം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തത്. സ്റ്റൗ ഓണാക്കി പാനിൽ ശേഷിക്കുന്ന എണ്ണയോടൊപ്പം 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ഒഴിച്ച് സ്റ്റൗ ഓഫാക്കുക. അതിനുശേഷം യഥാക്രമം 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വറുത്തുപൊടിച്ച ഉലുവാപ്പൊടി 2 ടീസ്പൂൺ, കായപ്പൊടി 3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്തിളക്കി മൂപ്പിച്ചു മാറ്റി വെച്ചിരിക്കുന്നതും ചേർക്കുക. കഴിക്കുന്ന സദ്യയുടെ രുചി കൂട്ടാൻ വേണ്ടി മാത്രമല്ല, പല വിഭവങ്ങൾ ചേർത്ത് കഴിക്കുന്ന ഈ സദ്യ ദഹിക്കുന്നതിനും നാരങ്ങ അച്ചാർ അത്യന്താപേക്ഷിതമാണ്. ഈ കൂട്ടിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ച് പുഴുങ്ങിയ 10 നാരങ്ങ നീളത്തിൽ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് ഇളക്കുക. അച്ചാറിനു വേണ്ടി ഈ നാരങ്ങ തയ്യാറാക്കിയിരിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. പൊട്ടിപ്പോകാതെ എന്നാൽ നന്നായി വേവിച്ച നാരങ്ങ ധാരാളം പച്ചവെള്ളത്തിൽ നന്നായി കഴുകി ഉപ്പുവെള്ളത്തിലിട്ട് 5 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ഉപയോഗിക്കുക. നാരങ്ങ മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിരിക്കണം ഉപ്പുവെള്ളത്തിൻ്റെ അളവ്. കുഴഞ്ഞു പോകാതെ എരിവും ഉപ്പും എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ വളരെ മൃദുവായി ഇളക്കിയാൽ നമ്മുടെ നാരങ്ങ അച്ചാർ തയ്യാറായി. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.